ഡ്രാഗൺ എന്ന പടത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞാണ് ഈ സിനിമ കാണുന്നത്. പലരുടെയും അഭിപ്രായം കേട്ടിട്ടാണ് പടം കാണാൻ പോയത്. പറഞ്ഞവരുടെ എല്ലാ അഭിപ്രായവും മാനിക്കുന്നു. കിടിലൻ മൂവി എന്നൊക്കെ നമ്മൾ പറയല്. ഞാൻ ഈയിടെ കണ്ടതിൽ എനിക്കൊരു 3-4 മാസമായിട്ട് ഞാൻ കണ്ടത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഡ്രാഗൺ. അതുപോലെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അശ്വന്താണ് എൻ്റെ ഡയറക്ടർ. മെയിൻ ആക്ടറായിട്ട് അഭിനയിക്കുന്ന പ്രദീപ് രംഗനാഥനാണ്. നമ്മുടെ പുള്ളി ചെയ്തിരിക്കുന്ന പടങ്ങളെന്ന് വെച്ചാൽ കോമാളി, അതിന് മുമ്പ് ലവ് ടുഡേ എന്നൊക്കെ പറഞ്ഞ പടങ്ങളാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിക്കുന്നത് അനുപമ പരമേശ്വരനാണ്, നമ്മുടെ പ്രേമത്തിലൊക്കെ അഭിനയിച്ചത്. പിന്നെ ഉള്ളത് മിഷ്കിനാണ് അഭിനയിക്കുന്നത്. മിഷ്കിൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ലിയോയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള മിഷ്കിന്. ഗൗതം വാസുദേവ് മേനോൻ, ജോർജ് മരിയപ്പൻ അവരൊക്കെയാണ് മെയിൻ കഥാപാത്രത്തെ അഭിനയിക്കുന്നത്. ഏതായാലും ഒരു 100% എൻ്റർടൈനർ മൂവി കേട്ടോ. അതുപോലെ എനിക്ക് ആ പടം എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ലൊരു കിടിലൻ മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് മസ്റ്റ് വാച്ച് തിയേറ്ററിൽ തന്നെ കാണേണ്ട പടം. നോക്കിയിട്ടില്ല, മസ്റ്റ് വാച്ച് ആയിട്ട് തിയേറ്ററിൽ തന്നെ കാണാം. അടുത്ത ആഴ്ച കൂടെ ഏതായാലും ഇവിടെയൊക്കെ കാണും, തിയേറ്ററിലൊക്കെ കാണാൻ പോലെ ആളുണ്ടായിരുന്നു. ചിലപ്പോൾ അത്യാവശ്യം ആളൊക്കെ ഈ പടത്തിലുണ്ടായിരുന്നു. ഒരു പ്ലസ് ടു 96% മാർക്കോടുകൂടി ബിടെക്കിന് പഠിക്കാൻ പോകുന്ന ഒരാളുടെ കഥയാണ് കാരണത്തെ സിനിമയ്ക്കകത്ത് പറയുന്നത്. ബിടെക്കിന് ചേർന്ന് അവസാനം 48 ഇയേഴ്സുമായി തോറ്റ് നിന്നും പാടി പുള്ളി കോളേജിൽ നിന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പുള്ളിയുടെ കഥയാണ് അതിനകത്ത് പൊളിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു ക്ലൈമാക്സാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ശൈലിയിലല്ല, ഇപ്പോഴത്തെ നായകൻ വിജയിക്കുന്ന ഒരു ശൈലിയൊക്കെയല്ല തന്നെ പോകുന്നത്. പക്ഷേ ഇത് വെറൈറ്റി ആയിട്ടാണ് അതിനകത്ത് ക്ലൈമാക്സ് ചെയ്തിരിക്കുന്നത്. ഏതായാലും മസ്റ്റ് വാച്ച് മൂവിയാണ്. അതിനകത്ത് നമ്മുടെ മിഷ്കിൻ അഭിനയിച്ചൊരു കോളേജ് പ്രിൻസിപ്പലിൻ്റെ റോളുണ്ട്. കിടിലനായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്, മിഷ്കിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ജോർജ് മാരിയപ്പൻ, നമ്മുടെ കാർത്തിയുടെ കൂടെ അഭിനയിച്ചില്ലേ കൈദിയിലെ അവസാനത്തെ പോലീസുകാരനായിട്ട്, പുള്ളിയാണ് നായകൻ്റെ അച്ഛനായിട്ട് ഉപയോഗിക്കുന്നത്. പുള്ളി കിടിലനായിട്ടാണ് പുള്ളിയുടെ പെർഫോമൻസ്. ഏതായാലും മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് കേട്ടോ. 100% ഗ്യാരണ്ടി ഞാൻ തരാം. ഏതായാലും പോയി കാണുക. അടിപൊളി പടം ഡ്രാഗൺ.